അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആദം നബി അലൈഹി ഇസ്ലാമിയുടെ സൃഷ്ടിപ്പ്, മലക്കുകളുടെ സംഭാഷണം, ഇബ്ലീസിന്റെ അഹങ്കാരം വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നു. നിശ്ചയം ഞാൻ കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണ്. അങ്ങനെ അവന് ഞാൻ ശരിയായ ആകൃതി നൽകുകയും എൻ്റെ ആത്മാവിൽ നിന്ന് അതിൽ ഊതുകയും ചെയ്താൽ അവന് നിങ്ങൾ സാഷ്ടാംഗം ചെയ്യണം. മലക്കുകൾ അള്ളാഹുവിനോട് പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും ചോര ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിശ്ചയിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വം പ്രകീർത്തിക്കുകയും പരിശുദ്ധി വാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കറിവില്ലാത്തത് എനിക്കറിയാം. അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു. ആദം നബിക്ക് അള്ളാഹു സകല വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിക്കുകയും എന്നിട്ടവ മലക്കുകൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച്, നിങ്ങൾ സത്യവാദികളാണെങ്കിൽ എനിക്ക് ഇവയുടെ പേരുകൾ പറഞ്ഞു തരിക എന്നാവശ്യപ്പെടുകയും ചെയ്തു. അവർ പ്രതികരിച്ചു, നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു. നീ പഠിപ്പിച്ചു തന്നതല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ലല്ലോ. നീ സർവജ്ഞനും യുക്തിമാനും തന്നെ. എന്നിട്ട് ആദമിനോട് അള്ളാഹു അരുളി, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങൾ അറിയിച്ചു കൊടുക്കൂ. അദ്ദേഹം അവയുടെ നാമങ്ങൾ മലക്കുകൾക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ അള്ളാഹു ചോദിച്ചു, ആകാശഭൂമികളിലെ അദൃശ്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിച്ചു വെക്കുന്നതുമൊക്കെ എനിക്കറിയാമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അനന്തരം അള്ളാഹു മലക്കുകളോട് ആദമിന് പ്രണാമം അർപ്പിക്കാൻ കൽപ്പിച്ചപ്പോൾ അവരൊന്നടങ്കം കൽപ്പനയ്ക്ക് വഴിപ്പെട്ടു. ഇബ്ലീസ് ആദമിനോട് അസൂയയും ശത്രുതയും കാരണത്താൽ പ്രണാമമർപ്പിക്കാൻ വിസമ്മതിച്ചു. ആദമിനോട് അള്ളാഹു അരുളി, താങ്കളും സഹധർമ്മിണിയും സ്വർഗത്തിൽ വസിക്കുകയും അതിൽ നിന്ന് ഇഷ്ടാനുസരണം സുഭിഷ്ടമായി ആഹരിക്കുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷവുമായി അടുക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇരുവരും അക്രമികളിൽ പെടും. അസൂയാലുവായ ഇബ്ലീസ് ആദം ഹവ്വ ദമ്പതികളെ ദൈവകൽപ്പനയിൽ നിന്ന് തെറ്റിക്കാൻ പരമാവധി ശ്രമിച്ചു. പിശാച് അവരിരുവരെയും വ്യതിചലിപ്പിക്കുകയും തങ്ങൾ അനുഭവിക്കുന്ന സ്വർഗീയ സൗഖ്യങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തു. അള്ളാഹു അവരോട് പറഞ്ഞു, ഇറങ്ങിപ്പോവുക. നിങ്ങൾ പരസ്പരം ശത്രുക്കളാണ്. ഒരു നിശ്ചിത കാലം വരെ നിങ്ങൾക്ക് ഭൂമിയിൽ അധിവാസവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. ആദം നബി രക്ഷിതാവിൽ നിന്ന് ചില വചനങ്ങൾ ഗ്രഹിച്ചു പശ്ചാത്താപിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. അള്ളാഹു ആദമിനോട് ഹവ്വയോടും നിഷ്കർഷിച്ചു, നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുക. എൻ്റെ അടുത്ത് നിന്നുള്ള വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നെത്തുകയും അതാരെങ്കിലും പിന്തുടരുകയും ചെയ്യുന്നത് അവർ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടി വരില്ല. അള്ളാഹുവിൻ്റെ എല്ലാ പ്രിയദാസന്മാരെയും വഴിപിഴപ്പിക്കാൻ ഇബ്ലീസിന് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. സ്വർഗത്തിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ജീവിതം നയിച്ചിരുന്ന ആദം നബി അലൈഹിസ്സലാമിനോടും ഭാര്യ ഹവ്വ റളിയല്ലാഹു അൻഹയോടും ഒരു വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കരുതെന്ന് അള്ളാഹു ആജ്ഞാപിച്ചിരുന്നു. പക്ഷേ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽ വഞ്ചിക്കപ്പെട്ട അവർ ആ പഴം ഭക്ഷിച്ചു. അള്ളാഹു ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ പഴം ഭക്ഷിച്ചതിന്റെ ശിക്ഷയായി സ്വർഗത്തിൽ അവർ ധരിച്ചിരുന്ന അവരുടെ വസ്ത്രം അഴിഞ്ഞു പോവുകയും സ്വർഗത്തിൽ നിന്ന് അവരെ ഭൂമി ലോകത്തേക്ക് പുറത്താക്കുകയും ചെയ്തു. താമസിയാതെ അവർ ഭൂമി ലോകത്തെത്തി. പക്ഷേ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഭൂമിയിലെത്തിയത്. വിജനമായ ഭൂമി ആരെയും കാണുന്നില്ല. കാരണം അവർ രണ്ടുപേരും മാത്രമാണ് ഭൂമിയിലുള്ളത്. പ്രവിശാലമായ ഭൂമിയുടെ ഏതോ രണ്ട് മൂലകളിൽ രണ്ടുപേർ അഭയം ലഭിച്ചു. ആരെയും കാണാതെ രണ്ടുപേരും കുറെ നാൾ അങ്ങുമിങ്ങും അലഞ്ഞു നടന്നു.
പിന്നീട് അവരുടെ നിഷ്കളങ്കമായ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുകയും അവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ബൈത്തുൽ മഅ്മൂർ എന്ന് പള്ളി നിർമ്മിക്കപ്പെടുകയും സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ല് അതിന്റെ യഥാസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്തു. ശേഷം ആദം നബി അലൈഹിസ്സലാമിനോട് ഹജ്ജിന് പോകുവാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കൽപ്പന ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ അറിയിച്ചു. മലക്കുകളുടെ സഹായത്താൽ ആദം നബി അലൈഹിസ്സലാം കഅബയിൽ പോകുകയും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്തു. ആദം നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് കാൽനടയായി 40 തവണ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടെന്നും ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹജ്ജിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സന്ദേശപ്രകാരം ആദം നബി അലൈഹിസ്സലാം ഇന്ന് അറഫ എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്ക് യാത്ര പോയി. വഴിമധ്യേ ആദം നബി അലൈഹിസ്സലാം 100 വർഷത്തോളമായി തന്നെ പ്രതീക്ഷിച്ചിരുന്ന തന്റെ പ്രിയപത്നി ഹവ്വാ റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടി. ആദം നബി അലൈഹിസ്സലാം പ്രിയപത്നിയുമായി വേർപെട്ട് ഏകദേശം 100 വർഷമായിരുന്നു. ഇരുവരും യാദൃശ്ചികമായി കണ്ടുമുട്ടിയ ആ സ്ഥലത്തിന് സമ്മേളിക്കുന്ന സ്ഥലം എന്നർത്ഥമുള്ള മുസ്ദലിഫ എന്നാണ് നാമകരണം ചെയ്തിട്ടുള്ളത്. സർവശക്തന്റെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിച്ചതോടുകൂടി ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരവും മനസ്സും രോഗാസ്ത്രമായി തുടങ്ങിയിരുന്നു. പറുദീസയിൽ നിന്നു പുറത്താക്കപ്പെട്ടതോടുകൂടി ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ വെളുപ്പ് കറുപ്പിന് വഴി മാറിക്കൊടുത്തു. സ്വർഗലോകത്ത് സുന്ദരവും അതിമനോഹരമായിരുന്ന ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരഭംഗി താൻ ചെയ്ത പാപത്തിന് പകരമായി ആദം നബി അലൈഹിസ്സലാമിനോട് ഓരോ മാസത്തിലും 13, 14, 15 ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കാൻ അള്ളാഹു കൽപ്പിച്ചു. അള്ളാഹുവിന്റെ ആജ്ഞ പരിപൂർണമായും ആദം നബി അലൈഹിസ്സലാം അനുസരിക്കുകയും എല്ലാ മാസത്തിലും നിശ്ചയിക്കപ്പെട്ട 3 ദിവസം ആദം നബി അലൈഹിസ്സലാം നോമ്പെടുക്കുകയും ചെയ്തു. തൽഫലമായി അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ പഴയ രൂപത്തിലേക്ക് മാറ്റി. ആദം നബി അലൈഹിസ്സലാമിന് ഭംഗിയും സൗന്ദര്യവും തിരിച്ചു കിട്ടി. ആദം നബി അലൈഹിസ്സലാമിന് നൽകിയ ആ 3 ദിവസത്തെ വ്രതം മൂസാ നബി അലൈഹിസ്സലാം വരെയുള്ള നബിമാരിൽ നിർബന്ധമായിരുന്നു. പിന്നീട് ആ ദിവസങ്ങൾ അയ്യാമുൽ ബീദ് എന്ന പേരിൽ അറിയപ്പെട്ടു. ഇപ്പോഴും ആ ദിവസങ്ങളിൽ സുന്നത്തായ വ്രതം അനുഷ്ഠിച്ചു വരുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാമുക്ക് അള്ളാഹു ആദം സന്തതികളുടെ രൂപം ചെറിയ രീതിയിൽ കാണിച്ചു കൊടുത്തു. അവയിൽ ചില രൂപങ്ങളെ ആദം നബി അലൈഹിസ്സലാം പ്രത്യേകം ശ്രദ്ധിക്കുകയും അവയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. പ്രത്യേക രൂപത്തിന് മേൽ ആദം നബി അലൈഹിസ്സലാമിന്റെ ദൃഷ്ടി പതിക്കുകയും അതാരുടെ രൂപമാണെന്നതിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. പിന്നീട് അത് ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെതാണെന്നും 60 വയസ്സാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ആയുസ്സെന്നും ആദം നബി അലൈഹിസ്സലാം അറിഞ്ഞപ്പോൾ ദാവൂദ് നബിക്ക് ആയുസ് ദീർഘിപ്പിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആദം നബി അലൈഹിസ്സലാമിന് നൽകിയ 1000 വയസ്സിൽ നിന്ന് 40 വയസ്സ് ദാവൂദ് നബിക്ക് നൽകാൻ അള്ളാഹു അനുമതി നൽകി. പ്രവിശാലമായ ലോകത്ത് നിന്ന് അള്ളാഹു രൂപം നൽകിയപ്പോൾ തന്നെ കഅബയുടെ സ്ഥാനം നിർണയിക്കുകയും അതിരിടുകയും ചെയ്തിട്ടുണ്ട്. രേഖപ്പെടുത്തുന്ന ചരിത്രത്തിൽ മലക്കുകൾ കഅബ മന്ദിരത്തിന് രൂപം നൽകുകയും 1000 തവാഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആദം നബിയുടെ കാലത്ത് കഅബ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഈ കഅബയുടെ നേരെയായി 7 ആകാശങ്ങളിലും ഓരോ കഅബയുമുണ്ട്. അർശിന് താഴെയുള്ള ബൈത്തുൽ മഅ്മൂറാണ് ആദ്യത്തെ കഅബ. ഓരോ ദിവസവും മാറി മാറി 70,000 മലക്കുകൾ ബൈത്തുൽ മഅ്മൂറിനെ തവാഫ് ചെയ്യാറുണ്ട്. ലോകാവസാനം വരെ ഇത് തുടർന്നു കൊണ്ടേയിരിക്കും. സർവ്വലോകർക്കും കാരുണ്യവാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്തും മലക്കുകൾ ത്വവാഫ് ചെയ്യുന്നുണ്ട്. ആദം നബിയും സന്തതികളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തു പോന്നു. കഅബ നൂഹ് നബിയുടെ കാലത്തുണ്ടായ പ്രളയത്തിൽ നശിച്ചു. ആദം നബിയെയും ഹവ്വാ ബീവിയുടെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതോടു കൂടി അവർ ഭൂമിയിൽ ദാമ്പത്യ ജീവിതത്തിന് തുടക്കം കുറിച്ചു. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു നൽകിയ ഒരാടിനെ അറുത്ത് അതിന്റെ രോമം കൊണ്ട് അവർ വസ്ത്രമുണ്ടാക്കി. ഹവ്വാ ബീവി രോമം കൊണ്ട് നൂലുണ്ടാക്കി. അത് നെയ്ത് ആദം നബിക്ക് ഒരു ഉടുപ്പും ഹവ്വാ ബീവിക്ക് ഒരു പുതപ്പും നിർമ്മിച്ചു. ഒരു വെള്ളിയാഴ്ച ദിവസം അവർ വസ്ത്രമണിഞ്ഞു. കാലങ്ങൾ കടന്നുപോയി. താമസിയാതെ ഹവ്വാ ബീവി ഗർഭം ധരിച്ചു. 20 തവണ 20 ഗർഭത്തിൽ നിന്ന് 40 മക്കളെ പ്രസവിച്ചു. ഓരോ പ്രസവത്തിലും ഓരോ ആണും പെണ്ണും ഉണ്ടായിരുന്നുവെന്നും അതിനാൽ 20 പെൺമക്കളും 20 ആൺമക്കളുമാണ് ഉള്ളതെന്നും അഭിപ്രായമുണ്ട്. മക്കളുടെ എണ്ണത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആദം നബിയുടെയും മകൻ ഷീസ് നബിക്ക് പ്രവാചകത്വം നൽകാനുള്ളത് കൊണ്ട് ഒറ്റക്കാണ് പ്രസവിക്കപ്പെടുന്നതെന്നും 40-ലേറെ മക്കൾ ആദം നബിക്കുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാം സുന്ദരനും സുമുഖനുമായിരുന്നു. ആദം നബി അലൈഹിസ്സലാം ഉയരത്തിൽ 60 മുഴവും വീതിയിൽ 6 മുഴവുമാണ് ഉണ്ടായിരുന്നതെന്ന് ചരിത്രം പറയുന്നു. ആദം നബിയുടെയും മക്കളും ഏകദേശം ഇത്രത്തോളം ഉയരമുണ്ടായിരുന്നു. ആദ്യ ഗർഭത്തിൽ കാബീൽ എന്ന ആൺകുഞ്ഞിനെയും ഇക്ലിമ എന്ന പെൺകുഞ്ഞിനെയും പ്രസവിച്ചു. രണ്ടാമത്തെ ഗർഭത്തിൽ ഹാബീൽ എന്ന ആൺകുഞ്ഞിനെയും ലുക്കൂദ എന്ന പെൺകുട്ടിയെയും പ്രസവിച്ചു. ആദ്യ പ്രസവത്തിലുണ്ടായ ഇക്ലിമ അതിസുന്ദരിയും സുമുഖിയുമായിരുന്നു. എന്നാൽ ലുക്കൂദ അത്ര സുന്ദരിയായിരുന്നില്ല. നിയമപ്രകാരം ഇക്ലിമയെ ഹാബീലിനും ലുക്കൂദയെ കാബീലിനും വിവാഹം ചെയ്തു കൊടുത്തു. പക്ഷേ കാബീലിന് ഈ വിവാഹം തൃപ്തിയായിരുന്നില്ല. അതിനെ തുടർന്ന് കാബീൽ രോഷാകുലനാവുകയും ഹാബീലുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയും ഹാബീലിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. തന്റെ പുത്രന്മാർ തമ്മിലുണ്ടായ കലഹത്തിൽ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും വളരെ അധികം ദുഃഖിച്ചു. ദിവസങ്ങൾക്ക് ശേഷം ആദം നബി അലൈഹിസ്സലാം രോഗബാധിതനായി. രോഗം തീവ്രമായപ്പോൾ ആദം നബി അലൈഹിസ്സലാം തന്റെ പുത്രനായ ഷീസ് നബിയെ അടുത്ത് വിളിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്തു. ഒരു വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധ മക്ക മണൽ തരികളെ സാക്ഷിയാക്കി ആദം നബി അലൈഹിസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഷീസ് നബി അലൈഹിസ്സലാം മലക്കുകളും ചേർന്ന് മയ്യത്ത് പരിപാലനം ചെയ്തു. ഷീസ് നബി അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. കഫം ചെയ്യാനായി അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഒരു പെട്ടിയിലായി ഒരു വസ്ത്രം ഇറക്കിയിരുന്നു. ആ വസ്ത്രത്തിൽ കഫം ചെയ്യുകയും ആ പെട്ടിയിൽ വെച്ച് ആദം നബി അലൈഹിസ്സലാമിനെ കബറടക്കുകയും ചെയ്തു. ആദം നബി അലൈഹിസ്സലാമിനെ കബറടക്കിയത് മക്കത്താണെന്നും ജബൽ ഖുബൈസിലാണെന്നും 2 അഭിപ്രായമുണ്ട്. ഭൂമിയിൽ സസന്തോഷം ജീവിക്കുകയും പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത ആദം നബി അലൈഹിസ്സലാം 960 വർഷം ജീവിച്ച് പരലോകം പുൽകി.